സർ, കഴിഞ്ഞ ദിവസങ്ങളിൽ ജന്തർ മന്ദറിലുണ്ടായ CJP സമരം ചരിത്ര വിജയമാണെന്നും ഇടതുപക്ഷത്തിന്റെ പങ്ക് അതിൽ നിർണായകമാണെന്നും AR റഹീം പറഞ്ഞിരിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സാറിന്റെ അഭിപ്രായം? AR റഹീമല്ലേ, അപ്പൊ പൊട്ടിച്ചിരിക്കാൻ വകയുണ്ട് എന്നർത്ഥം. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഒരു അധ്യായമുണ്ട്. അതിൻ്റെ തലക്കെട്ട് വിഡ്ഢി കൂശ്മാണ്ഡം എന്നാണ്. AR റഹീം കഴിയുമെങ്കിൽ അതെടുത്തൊന്ന് വായിക്കട്ടെ, വായിക്കാൻ അറിയുമെങ്കിൽ. SFI പിള്ളേർക്ക് വായിക്കാനൊന്നും അറിയാത്ത കുറേ എണ്ണങ്ങളാണ്. കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും, ചോദിക്കുന്നത് ആരെന്നറിയാമോ എന്ന് മുദ്രാവാക്യം മാത്രമേ വിളിക്കാൻ അവർക്ക് അറിയത്തുള്ളൂ, അല്ലാതെ വായനാശീലമൊന്നുമില്ല. ഇവിടുന്ന് ഡൽഹിക്ക് വണ്ടി കയറിയപ്പോൾ പറഞ്ഞത്, ഞാൻ നരേന്ദ്രമോദിയെ ഇറക്കിയിട്ട് ഇനി മോദിക്കെതിരായിട്ടുള്ള ആയിരിക്കും ഞാൻ ഗർജിക്കാൻ പോകുന്നതെന്നും പറഞ്ഞാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയത്. ചിലപ്പം മോദി വലിയ വിറച്ചാണ് അവിടെ കഴിയുന്നത് കേട്ടോ. റഹീമിൽ നിന്നൊക്കെയുള്ള വലിയ അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഭയന്നാണ് എത്രയും പെട്ടെന്ന് ധർമ്മേന്ദ്രയുടെ നിന്ന് രാജി എഴുതി വാങ്ങിച്ചത്. അല്ലെങ്കിൽ മോദിയുടെ ഉറക്കം തന്നെ നഷ്ടപ്പെടുത്തും. ഇപ്പൊ വേറെ ഒരു അസുരവിത്ത് വന്നിട്ടുണ്ടല്ലോ, ജാനുമണി അല്ലേ? ഈ ജാനുമണിയെ പോലുള്ള എന്തോ ഒരു മണി, ഈ ഇതിന്റെ ഒന്നും പേര് പറയാൻ പോലും ഇവരൊന്നും അർഹതപ്പെട്ടവരൊന്നും അല്ല. അപ്പൊ അവരൊക്കെ നരേന്ദ്രമോദിയെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഈ റഹീമൊക്കെ എവിടെ പോയി? ഒരു രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? പക്ഷേ ഇതിലും വളരെ വളരെ മോശമായ രീതിയിലുള്ള പറച്ചിലായിരുന്നു കേരള സർവകലാശാലയിലെ തമിഴ് വിഭാഗം മേധാവി ഡോക്ടർ വിജയലക്ഷ്മിയുടെ ചെവിക്കകത്ത് ഈ AR റഹീം ചെന്ന് പറഞ്ഞത് അറിയാമോ? ഇപ്പോഴും വിജയലക്ഷ്മിയെ വിളിച്ച് ചോദിച്ചാൽ പറയും, അവര് ആകെക്കൂടെ അങ്ങ് ശരീരം മുഴുവൻ അങ്ങ് വിറയ്ക്കും. കാരണം അത്രത്തോളം ആരും ഒരു സ്ത്രീയോട് പോലും പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള നികൃഷ്ടമായ പദപ്രയോഗം നടത്തിയതാണ്. ഇപ്പോഴും ആ കേസ് നിലനിൽക്കുകയാണെന്നുള്ളതാണ്. ചെവിക്കകത്താണ് പറഞ്ഞത്. അത്ര നീചമായിട്ടുള്ള നരാധമനാണ് ഈ MP എന്ന് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, എന്താ ജന്തർ മന്ദിലെ CJP സമരം ചരിത്ര വിജയോ ഇടതുപക്ഷത്തിന്റെ പോരാട്ട വഴികളും. എന്നിട്ട് ഈ SFIക്കാരോട് ASFIക്കാരോടും ഒക്കെ ഈ CJPയുടെ ഈ പാറ്റ പാർട്ടിയുടെ നേതാവ് പ്രത്യേകം നന്ദി പറഞ്ഞെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കഴിഞ്ഞ ദിവസം കുരുത്തു വന്ന ഈ പാർട്ടി ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ഒരു ഇടതുപക്ഷ ശക്തിയായിരുന്ന SFIയും DYFIക്കും ഇപ്പൊ ഈ ഇന്നലെ കുരുത്ത ഒരു പാർട്ടിയുടെ നന്ദി വാങ്ങിച്ചുകൊണ്ട് AR റഹീം രോമാഞ്ചഭരിതനായിട്ട് നടക്കുകയാണ്. AR റഹീം എന്ത് ചെയ്തെന്നാ പറയുന്നത്? ഇവിടുന്ന് ഡൽഹിക്ക് വണ്ടി കയറി അവിടെ എന്നിട്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. റഹീമും മറ്റേ വേറൊരാളുണ്ടല്ലോ, ബ്രിട്ടാസ്. ഈ ഒരു ചൊല്ലുണ്ട്, 2 ജീവികളുടെ പേര് വെച്ചുകൊണ്ട്. അതാണ് എനിക്ക് അവസരത്തിൽ ഓർക്കുന്നത് രണ്ടെണ്ണത്തിനെയും കൂടെ കാണുമ്പോൾ. മുണ്ടും മടക്കി കുത്തി അവിടുത്തെ ഡൽഹി തെരുവീതികളിലൂടെ നടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ സമരത്തിന് അടിച്ചമർത്താനായിട്ട് ഭരണകൂടം വന്നപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രതിരോധം തീർത്തത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ വൃന്ദാക്കാരാട്ടും ഒക്കെയാണ്. ഈ വൃന്ദാക്കാരാട്ടൊന്നും പുറത്തിറങ്ങി വെയിൽ കൊണ്ടിട്ടില്ലെന്ന്. ഇടതുപക്ഷത്തിന്റെ വലിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് ഈ പ്രകാശ് കാരാട്ട്. ഇവരെല്ലാം നമ്പർ 1 ഫ്രോഡാണെന്നുള്ളതാണ്. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, സെൽഫ് ഫിനാൻസ് കോളേജുകൾക്കെതിരെ വലിയ സമരം നടന്നല്ലോ. കൂത്തുപറമ്പില് ഒരു രക്തസാക്ഷിയെ ഇവർ സൃഷ്ടിച്ചല്ലോ. എന്നിട്ട് ഏറെക്കാലം കൊണ്ടു നടന്നല്ലോ. പുഷ്പനോ? എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ട് കിടന്ന മുദ്രാവാക്യം, പുപ്പനെ അറിയുമോ ഞങ്ങളുടെ പുപ്പനെ. പാവം പിടിച്ച് ആ പുപ്പനോടെ നമുക്ക് യഥാർത്ഥത്തിൽ സഹതാപമാണ്. എന്നിട്ട് ഇവന്മാരുടെ ഒക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ പോയി പഠിച്ചത് US-ലും UK-ലും നെതർലാൻഡ്സിലും ഒക്കെയാണ് പഠിച്ചത്. ഈ AK ബാലൻ എന്ന് പറയുന്ന ഈ ബാലന്റെ മോൻ പഠിച്ചത് നെതർലാൻഡ്സിലാണ്. ഈ MA ബേബിയുടെ ഒക്കെ തന്നെ. MA ബേബിയാണ് മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുന്നത്. MA ബേബിയുടെ ഒരു ധാരണ എന്ന് പറയുന്നത്, ഞാനാണ് കേരളത്തിന്റെ സാംസ്കാരിക രംഗം മുഴുവൻ നിയന്ത്രിച്ച് നിർത്തുന്നവൻ. കേരളത്തിൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ
വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം തന്നെ അങ്ങ് സ്വയം പ്രഖ്യാപിച്ചു, ഞാൻ രണ്ടാം മുണ്ടൻ, അതായത് ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജോസഫ് ഉണ്ടശ്ശേരി, വലിയ പരിഷ്കാരമൊക്കെ വരുത്തി അദ്ദേഹം മികച്ച പാണ്ഡിത്യമുള്ള അതിനുശേഷം സ്വയം രണ്ടാം മുണ്ടനായിട്ട് MA ബേബി അങ്ങ് പ്രഖ്യാപിച്ച് നടക്കുകയാണ്. അങ്ങനെയുള്ള കുറെ അല്പന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് ഇപ്പൊ ഈ പാർട്ടി. കുറച്ചുപേരെ ഉള്ളു ഇങ്ങനെ MA ബേബി, ബൃന്ദാക്കാരായിട്ട്. ഇവരിപ്പൊ നോക്കിക്കോ, ഈ റഹീം പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് AISFന് നന്ദി പറഞ്ഞു. SFI അഖിലേന്ത്യാ തലത്തിൽ ഇല്ല. പിന്നെ എങ്ങനെയാണ് അവിടെ എത്ര പേര് ചെന്നു? ഈ DYFIയുടെ എന്തോ ആഗോള നേതാവെന്നല്ലേ പറഞ്ഞ് നടക്കുന്നത് ഈ റഹീമിന് പ്രായം കുറെ ഉണ്ടെന്ന്, മൂപ്പിലാനായി. എന്നിട്ട് DYFI എന്ന് പറഞ്ഞ യൂത്ത് ഫെഡറേഷനാണ്, അതിന്റെ ഈ മൂപ്പിലാനെയാണോ പിടിച്ച് അതിന്റെ ആഗോള പ്രസിഡന്റോ സെക്രട്ടറിയോ മണ്ണാങ്കട്ടയോ ആക്കി വെച്ചിരിക്കുന്നത്? നാണമില്ലേ? ഈ തൊലിക്കട്ടി എന്ന് പറയുന്നത് അപാരമാണ് കേട്ടോ, യാതൊരു ഉളുപ്പുമില്ല എന്നുള്ളതാണ്. മലയാളത്തിൽ പ്രസംഗിച്ചാൽ നാവിൽ നിന്ന് വരുന്നത് തെറിയേ വരികയുള്ളൂ. ഇംഗ്ലീഷ് പിന്നെ സംസാരിക്കുന്നത്, കാരണം അതുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രത്യേകം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്പെസിമനായിട്ട് അങ്ങ് അവർക്ക് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. കാരണം വലിയ വെക്കാബുലറി ഉള്ള ഒരാളായിട്ടാണ് അവർക്ക് തോന്നിയത്. അല്ലാതെ എന്ത് പറയാനാ? നമ്മള് മലയാളികളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ്. പിണറായി വിജയന്റെ വലിയ സംഭാവനയാണ് രാജ്യസഭയിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പിണറായി വിജയൻ ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന വലിയ കക്ഷിയല്ലേ. അങ്ങനെയാണ് ഈ റിയാസിനെയും ഈ റഹീമിനെയും ഒക്കെ എടുത്ത് കക്ഷത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് ഈ പോസ്റ്റില് CJP സമരം ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ SFI, ASF എന്നീ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിന് ആവശ്യമായ പിന്തുണ നൽകി ഒപ്പമുണ്ടായിരുന്നു. ഇവര് തന്നെ പറയാറുണ്ട്, ASF എന്ന് പറയുന്നത് CPIയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. ഇവര് CPM പറയുന്നത് CPI കേരളത്തിൽ തന്നെ ഇല്ല. എന്നിട്ട് ഇപ്പൊ റഹീം പറയുകയാണ് AISFന്റെ. AISF എത്ര പേരുണ്ട്? SFI തന്നെ ഇല്ല, പിന്നാണോ AISF? ചുമ്മാ ഇതൊക്കെ ഈ പോസ്റ്റ് ഇടുന്നതിൽ അതിസമർത്ഥനാണ്. ആരെയൊക്കെ വെച്ചിട്ടുണ്ട് കൂടെ, MP അല്ലേ. അപ്പൊ അതിനുള്ള സൗകര്യങ്ങളും സന്നാഹങ്ങളും ഒക്കെ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, ഞെളിഞ്ഞ് നടക്കുക. ഇവിടെ വന്ന് ഇവരുടെയൊക്കെ മീറ്റിംഗ് നടത്തുന്നത് എവിടാന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, ഈ കോളനികളിലാണ്. അവിടെ ആ പാവം പിടിച്ച ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ വാർഡ് സഭ നടക്കുന്നത് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ CPMകാരുടെ വാർഡ് സഭ മുഴുവൻ ഒരു വാർഡിലുള്ളതില് ഈ ആ കോളനി പ്രദേശത്തായിരിക്കും. അവിടെ എന്നും CPM സിന്ദാബാദ് സിന്ദാബാദ്, റഹീം സിന്ദാബാദ് എന്ന് വിളിച്ച് കിടക്കുന്ന കുറെ വിഡ്ഢികളുണ്ട്. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അവരെ താങ്ങി നടക്കുന്ന എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കും. അതുകൊണ്ട് ഇവർക്ക് മുദ്രാവാക്യവും വിളിച്ച് നടക്കുന്നവരാണ് അവിടെ വെച്ച് നടത്താറുള്ളൂ. പക്ഷെ മറിച്ച് ഇപ്പൊ VV രാജേഷോ അല്ലെ ഇവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നത് അവരുടെ പാർട്ടി ചെയ്യുന്നതോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ വെച്ച് തന്നെ വാർഡ് സഭ കൂടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഹീം എന്നൊക്കെ പറയുന്നത് വെറും അല്പന്മാരാണ്. അല്പന്മാര് തന്നെയാണ്. കാരണം എന്തിന്റെ പേരിലാണ് ഞെളിഞ്ഞു കിടക്കുന്നത്? ഒരു CJP എന്ന് നമ്മള് ആ പാർട്ടി, അതിനൊരു സംഘടനാ സംവിധാനം ഒന്നുമില്ല. അതൊരാവശ്യവുമായിട്ട് മുമ്പോട്ട് വന്നു. യൂത്ത് മുഴുവൻ ഒന്നിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട് അതുവഴി കയറി വന്നവരാണ്. യൂത്തിന് അതിലാണ് ഹരം. അങ്ങനെ വന്നു, അവരൊരാവശ്യം നേടി. അതിന്റെ പിന്നാമ്പുറത്ത് പോയി നിന്ന് എച്ചില് പറക്കി നിൽക്കുന്നവരായിരുന്നു ഈ DYFI, SFIയും CPM ഒക്കെ തന്നെ. എന്നിട്ട് കോൺഗ്രസിനെയും പഴിക്കുന്നുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ഇവരെല്ലാം തന്നെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവരാണ്. സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്ന സമയത്ത് സോണിയാഗാന്ധിയുടെ അടുക്കളയ്ക്കകത്തായിരുന്നു, അറിയാമോ? എന്നിട്ട് ഇപ്പോഴാണ് ഈ സമരത്തിന്റെ പിന്നിൽ കോൺഗ്രസ് ഇല്ലാതായിരുന്നു എന്നിട്ട് അപ്പുറത്തോട്ട് മാറിയിട്ട് ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞ് അവരെ എല്ലാം കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ അല്പന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് CPMകാരും DYFIക്കാരും ഒക്കെ വായിച്ച് രോമാഞ്ചം കൊള്ളും. പക്ഷെ ഈ പോഴത്തരം എഴുതിയിരിക്കുമ്പം അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.